ഇതിന് മുന്നുള്ളൊരു വീഡിയോയിൽ ഞാനൊരു സാറ്റിൻ റിബൺ കൊണ്ടിട്ട് ഒരു റോസാപ്പൂവ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നും അതേ സാധനം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്, പക്ഷെ വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. എനിക്കെന്തോ ആ രണ്ടാമത്തെ ടെക്നിക്ക്, അതായത് ഇപ്പോൾ ചെയ്യുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് റോസാപ്പൂക്കൾ ഉണ്ടാക്കിയപ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ഗ്ലൂ ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും നല്ലോണം അറിയാം. ഇതേപോലെ ഗ്ലൂ ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടാക്കി ഒന്ന് മടക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തീയിലൊന്ന് കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അതായത് 7 എണ്ണമുള്ളൊരു സ്ട്രിപ്പ്, പിന്നെ 6 എണ്ണമുള്ളൊരു സ്ട്രിപ്പ്, പിന്നെ 5 എണ്ണമുള്ളൊരു സ്ട്രിപ്പ്. ഇതിൽ ആദ്യം നമ്മൾ 7 എണ്ണമുള്ള സ്ട്രിപ്പ് വേണം ഒന്ന് ചുറ്റി കൊടുക്കാൻ. അതെല്ലാം ചുറ്റി ഗ്ലൂ ചെയ്തതിന് ശേഷം 5 എണ്ണമുള്ളതാണ് പിന്നെ ഗ്ലൂ ചെയ്യേണ്ടത്. ഇത് ഗ്ലൂ ചെയ്യുമ്പോൾ നമ്മളിത് ബാക്ക്വേർഡ് ആയിട്ടാണ്, അതായത് സാറ്റിൻ ഭാഗം അകത്ത് വന്ന രീതിയിലാണ് നമ്മളിത് ചുറ്റി കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ 7ഉം 5ഉം നമ്മൾ ചുറ്റിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വേണം നമ്മൾ ആറാമത്തത് ചുറ്റി കൊടുക്കാൻ. അങ്ങനെ ചുറ്റി കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ഒരു റോസാപ്പൂ കിട്ടണത്. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതും ഇത് ഈ വീഡിയോയിൽ ചെയ്തതും. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു റോസാപ്പൂവിൽ മാത്രം ഞാൻ ഗ്ലിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാ, സെക്കൻഡ് ടെക്നിക്കല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്? സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേ കേട്ടോ.